പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമറിയ നാമത്തിൽ ആശ്വാസനാദം എന്ന ആത്മിക ശുശ്രൂഷയിലേക്കുള്ള സ്വാഗതത്തെയും വന്ദനത്തെയും അറിയിച്ചുകൊള്ളുന്നു. നിങ്ങൾ ഇതുവരെ ചെയ്തു തന്ന എല്ലാ സഹകരണങ്ങൾക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നാം അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങൾ, ഈ കാലഘട്ടത്തിൽ നാം എന്തു ചെയ്യണമെന്ന ചിന്തയെ അധികരിച്ച് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 17 വരെയുള്ള വേദഭാഗത്താണ് നാം അത് കൃത്യമായി കണ്ടത്. അതിൽ നമ്മൾ ചിന്തിച്ചത് രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും കർത്താവല്ലോ തിരുവള്ളം ഉണ്ടായിട്ട് ചെയ്യുന്നത്. ശ്രോതർ, ഇനി അടുത്ത ഒരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. അത് 14-ാമത്തെ വാക്യമാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. 1 രക്ഷയ്ക്കായി പ്രവർത്തിക്കുക. 2 14-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. സ്തോത്രം. വാക്യം ഒന്നുകൂടെ വായിച്ചോട്ടെ. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കർത്താവ് പറയുന്നൊരു കാര്യമാണ്. കർത്താവിൻ്റെ ദാസനായ അപ്പോസ്തലനായ പൗലോസ് നമ്മോടുള്ള ബന്ധത്തിൽ പറയുന്നതും ഒപ്പം കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതുമായ ഒരു കാര്യമാണ് പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. ഇന്ന് നോക്കിക്കേ, ഏതെങ്കിലും ഒരു വീട്ടിൽ പിറുപിറുപ്പില്ലാത്ത വീടുണ്ടോ? നമുക്കൊരു പ്രായം കഴിയുമ്പോൾ തന്നെ അറിയാതെ ഇങ്ങനെ ഓരോന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞു പോകും. പ്രായമാകുമ്പോൾ ഈ സ്വഭാവം കൂടി വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ചിലവരെ സംബന്ധിച്ച് അങ്ങനല്ല. അവർക്ക് ചെറുപ്പം മുതലേ ഈ ശീലമാണ്, എന്തിനും പിറുപിറുക്കും. ഇവിടെ കർത്താവിൻ്റെ ദാസൻ പറയുന്നത് 2 കാര്യം ഒഴിവാക്കാനാണ്. 1 പിറുപിറുപ്പ്, 2 വാദം. പിറുപിറുപ്പ് എന്നതിന് ഇംഗ്ലീഷിൽ പറയുന്ന പദം നമുക്കറിയാം, മർമറിങ്. കേട്ടോ, അത് കേൾക്കുമ്പോൾ തന്നെ ഏതാണ്ടൊരു സുഖമില്ലായ്മ പോലെ നമുക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്തോ ഒരു സുഖമില്ലായ്മ പിറുപിറുക്കുക എന്ന് പറയുമ്പോൾ എന്തെന്നറിഞ്ഞുകൂടാ. നമ്മളും പിറുപിറുക്കുന്ന ആളുകളാണല്ലോ. ദൈവത്തിന് സ്തോത്രം. അത് ഇപ്പോഴും ഓർക്കണേ. പക്ഷെ നമ്മൾ പിറുപിറുക്കുമ്പോൾ നമുക്ക് വലിയ വിഷമമൊന്നും തോന്നുകയില്ല. എങ്കിലും ആ പിറുപിറുപ്പ് കേൾക്കുന്നത് മറ്റുള്ളവരാണെങ്കിൽ അവരുടെ മനോഭാവം നമ്മൾ ചിന്തിക്കാതെ അവർ പിറുപിറുക്കുന്നത് കേട്ടിട്ട് അവരോട് പ്രതികരിക്കുന്ന ആളുകളാണല്ലോ നാം. സ്തോത്രം. നാം എന്നാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ഉൾപ്പെട്ടു നിൽക്കുന്ന നമ്മൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ ചിലവർക്ക് ആകമാനം ഒരു ദേഷ്യം വന്നിട്ട് നമ്മുടെ അടുക്കൽ വന്നിട്ട് അത് നിർത്താനൊന്ന് ആവശ്യപ്പെടും. അത് നിർത്തിയില്ലെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ദൈവസ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പിറുപിറുപ്പ് എന്നതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ഒരു പദമാണ് മർമറിങ്. എന്നാൽ മൂലഭാഷ പരിശോധിക്കുമ്പോൾ അതിനകത്തൊരു പദം കാണുന്നു, ഗൊങ്കുസ്മോസ് എന്നാണ് അവിടെ കാണുന്നത്. ഗൊങ്കുസ്മോസ്. ഒരാളൊരു ഗൊങ്കുവാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അയ്യോ ദൈവത്തിന് സ്വന്തം. എപ്പോഴും പിറുപിറുക്കുന്ന ഒരു പദത്തിന്, അല്ലെങ്കിൽ പിറുപിറുക്കുക എന്നതിന് കൊടുത്തിരിക്കുന്ന ഒരു പദമാണ് ഗൊങ്കുസ്മോസ്. ഈ ഗൊങ്കുസ്മോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ശാന്തമായിട്ട് പരിശോധിക്കുമ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന ഒരർത്ഥമാണ് പരസ്യമായി പ്രകടിപ്പിക്കാത്ത ഒരു രഹസ്യ അനിഷ്ടം. എന്താണ്? പരസ്യമായി പ്രകടിപ്പിക്കാത്ത രഹസ്യമായ അനിഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടപ്പെടാത്ത കാര്യം ആരോ പറഞ്ഞു. സ്തോത്രം. നമുക്ക് ഇഷ്ടപ്പെടില്ലെന്നേ ഉള്ളൂ. നല്ല കാര്യമാകാം. തെറ്റ് തിരുത്താൻ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലല്ലോ. സ്തോത്രം. അപ്പോൾ നമുക്കത് അനിഷ്ടമായി. നമ്മളതിലെ മറ്റു വശങ്ങൾ മാത്രമേ നമ്മൾ ചിന്തിക്കൂ. തെറ്റ് നമ്മൾ ചിന്തിക്കില്ലല്ലോ. സ്തോത്രം. അങ്ങനെയല്ല ഒത്തിരി പ്രശ്നം ഉണ്ടാക്കുന്നത്. ചിലർ കൃപയെന്ന് പോകുന്നതിൻ്റെ പുറകിലെ കാരണം തന്നെ അതാ. പറഞ്ഞു കൊടുത്ത കാര്യത്തിൻ്റെ പുറകിലെ തെറ്റ് എന്താണെന്ന് അവർക്കൊന്ന് ബോധ്യം വരണം. അത് ബോധ്യം വരില്ല. കീഴടങ്ങാനുള്ള മനസ്സില്ല. അതതിൻ്റെ സത്യം. പ്രൈസ് ദി ലോർഡ്. കീഴടങ്ങുന്ന ആളാണെങ്കിലും ആദ്യം ഒരു അല്പം പരാക്രമം കാണിച്ചാലും കുറച്ച് കഴിയുമ്പോൾ
അദ്ദേഹത്തെ ആലോചിച്ച് ശാന്തമായ മനസ്സിനുടമയായി തിരുസന്നിധി വന്നിട്ട്, കർത്താവേ അതിലെന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ, അയ്യോ അവിടെ ഇന്നയെല്ലാം പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് തിരുത്തിയില്ലെങ്കിൽ ഭാവിയിൽ അദ്ദേഹം പറഞ്ഞു ശരിയല്ലേ എന്നൊരു ചിന്ത വരുമ്പോൾ നമ്മളൊന്ന് താണു കൊടുക്കുമ്പോൾ നമുക്ക് രൂപാന്തരം വരും. ഞാൻ ചെയ്ത കുറ്റം എനിക്കൊരാൾ ബോധ്യപ്പെടുത്തി തരുമ്പോൾ ഞാൻ അവിടെ ഗുണപ്പെടാൻ തയ്യാറില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ കീഴടങ്ങാൻ മനസ്സില്ലാത്തയാളാണ്, കുറ്റബോധമില്ലാത്തയാളാണ്. സ്തോത്രം. അങ്ങനെ കുറ്റബോധമില്ലാത്ത ഒരാൾ ദൈവസന്നിധിയിൽ രക്ഷപ്പെടില്ല എന്ന് കേൾക്കുമ്പോഴത്തേനും മനസ്സരിയുന്ന കരയുന്ന ആളുകളുണ്ട്, വാവിട്ട് നിലവിളിക്കുന്ന ആളുകളുണ്ട്. അവർ രക്ഷപ്പെടും. സ്വതം. അപ്പോൾ പിറുപിറുപ്പ് എന്നതിന് കൊടുത്തിരിക്കുന്ന ഗുങ്കുസ്മോസിൻ്റെ മലയാള അർത്ഥം പരസ്യമായി പ്രകടിപ്പിക്കാത്ത ഒരു രഹസ്യമായ അനിഷ്ടം എന്നാണ് അതിനർത്ഥം. നല്ല വാക്ക്, പരസ്യമാക്കാത്ത രഹസ്യ നീരസം. ഒന്നുകൂടെ നല്ല പദമാണ്, പരസ്യമാക്കാത്ത രഹസ്യ നീരസം. പ്രിയമുള്ളവരെ, ഈ പിറുപിറുപ്പ് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? സ്തോത്രം. ഉണ്ടാകുമോ? യോഹന്നാൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാം വാക്യമാണ് എന്നാണ് ഞാൻ ഓർക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. പുരുഷാരത്തിൽ അവനെക്കുറിച്ച് കുശുകുശുപ്പുണ്ടായി. സ്തോത്രം. അവൻ നല്ലവൻ എന്ന് ചിലരും, അല്ല പുരുഷാരത്തെ വഞ്ചിക്കുന്നുവെന്ന് മറ്റു ചിലരും പറഞ്ഞു. ഒറ്റ കാര്യം, രണ്ടഭിപ്രായം. ആരെക്കുറിച്ച് പറയണമെന്നറിയോ? നമ്മുടെ കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. ആരാ പറയുന്നതെന്നറിയോ? യഹൂദന്മാരാ പറയുന്നത്. നമുക്കത് കേൾക്കുമ്പോൾ നമ്മുടെ അകത്ത് എന്തോ തോന്നും. സ്തോത്രം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ ഒരു പൊട്ടിക്ക് നമ്മൾ വിട്ടുകൊടുക്കുകയില്ല. അദ്ദേഹം എന്തു തെറ്റ് ചെയ്താലും നമ്മൾ അനുവദിച്ചു കൊടുക്കും. ഒരല്പം വിഷമകരമായ കാര്യം ഉണ്ടായിട്ട് ഒന്ന് അകന്നു പോയാൽ അദ്ദേഹത്തിനില്ലാത്ത ഒരു കുറ്റവും പിന്നെ ഇല്ല. സ്തോത്രം. ഇതൊക്കെ പോട്ടെ, നമ്മുടെ വീട്ടിലൊരു അതിഥി വന്നാൽ എന്താണ് നമ്മുടെ മനോഭാവം? വീട്ടിൽ ആൻറ്റിയുടെ മനോഭാവം എന്താണ്? അസുഖമായി കിടക്കുന്ന ആളുകളുണ്ടാവും കേട്ടോ, അവരെല്ലാട്ടോ പറയുന്നേ. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ദൈവദാസൻ്റെ വീട്ടിൽ പോയി. തീരെ സുഖമില്ലാതിരിക്കുന്ന ഒരു ആൻറ്റിയാട്ടോ. എൻ്റെ പൊന്നെ, ശരിക്കും ഇങ്ങനെ പിടിച്ചോട്ട് കൊണ്ടുവരാൻ പോലും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ചെന്ന് ഞങ്ങൾ മഴയത്താ ചെന്നേ. ഇച്ചിരി പ്രായമുള്ളൊരു ആൻറ്റിയാ, അസുഖങ്ങൾ ഒത്തിരിയുള്ള ആൻറ്റിയാ. പക്ഷേ അത് ആ കയ്യും വെച്ച് അവിടെ പോയിട്ടൊരു ചായ ഉണ്ടാക്കി 2 പേർക്ക് കുടിക്കാൻ കൊണ്ടുവന്ന് തന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാർ, അവിടെ മനോഭാവം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അന്ന് എന്ന് ഈ സാറ ഗർഭവതി അല്ലാതിരിക്കുമ്പോൾ, അബ്രഹാം പ്രായമായിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ എന്ന വീട്ടിലേക്ക് വന്നപ്പോൾ, പുരുഷ രൂപത്തിൽ വന്നപ്പോൾ, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു അന്ന് അവിടെ വന്നപ്പോൾ വേഗം പിടിച്ചോണ്ട് കാളയെ കൊണ്ടുവന്നിട്ട് കാര്യങ്ങളെല്ലാം പറയാൻ നേരത്ത് അന്നേരം സാറായി അവിടെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇസ്രായേൽ ജനം നോക്കിക്ക് 40 വർഷം മരുഭൂമിയിൽ മല്ലന്മാരുടെ ഭോജനം കഴിച്ചു. സ്തോത്രം. ഒക്കനവരുകളും കാട കഴിച്ചു. അന്നവിടെ പിറുപിറുത്തിരുന്നെങ്കിൽ, സ്തോത്രം 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 സ്തോത്രം. നോക്കിക്കേ, ഒരു വലിയ നന്മയുടെ കലവറയാണ് പ്രിയമുള്ളവരെ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്. ഇതൊരു ചെറിയ സംഗതിയല്ല. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിച്ച അനുഭവങ്ങളിൽ എത്താതെ വണ്ണം തടസ്സം നിൽക്കുന്നത് പിറുപിറുപ്പാണെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിച്ചതിനോട് നോ പറഞ്ഞ് മടങ്ങി വരാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ആഗ്രഹിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി സന്തോഷത്തിലേക്ക് നിങ്ങളെ നയിപ്പാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. അവിടെ പിറുപിറുക്കാതെ ചെയ്യണമെന്ന് പറയുന്നേ. സ്തോത്രം. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യമൊന്നും നമ്മൾ ശാന്തമായിട്ട് വായിച്ചാൽ, പിറുപിറുപ്പ് കൂടാതെ അതിഥി സൽക്കാരം ചെയ്യുവൻ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം നമ്മളെങ്ങനെ അതിഥി സൽക്കാരം ചെയ്യണ്ടേ? പിറുപിറുപ്പ് കൂടാതെ.
സ്തോത്രം. അപ്പം പിറുപിറുത്തിട്ട് അതിഥി സൽക്കാരം ചെയ്താൽ വീടിൻ്റെ അടുക്കള കയറിയാൽ അറിയാലോ, ചില പാത്രങ്ങളുടെ മുക്കും വക്കും ഒക്കെ ഇങ്ങനെ കോടിയിരിക്കുന്നത് കാണാം, തിരിഞ്ഞിരിക്കുന്നത് കാണാം, അത് അകത്തോട്ട് പോയിരിക്കുന്നത് കാണാം, എന്തോ കോട്ടമുള്ളതൊക്കെ കാണാം. എന്താ കാരണം? സ്തോത്രം. ചില ആളുകളുണ്ട് കേട്ടോ, അടുക്കളയിൽ എന്തോ ഉണ്ടെന്നൊന്നും നോക്കത്തില്ല, ഒന്നും ഉണ്ടാകാലേ ചിലപ്പം. ആളുകൾ ഒരു ചായ അതെടുക്ക് ഇതെടുക്ക് എന്നൊക്കെ പറയും. അകത്തോട്ട് വന്ന് നോക്കും, ഒന്നും ഉണ്ടാകാല കേട്ടോ. അതൊന്നും ചെയ്തു കൊടുക്കാത്ത ഭർത്താക്കന്മാർക്ക് മാനസാന്തരത്തുള്ള സന്ദർഭം കൂടിയാണിത്. ദൈവത്തിന് സ്തോത്രം. അതുണ്ടായിട്ട് ഈ പറഞ്ഞ സാധന സാമഗ്രികളെല്ലാം ഉണ്ടായിട്ട് അതിഥി സൽക്കാരത്തിൽ മടി കാണിക്കുന്ന സഹോദരിമാരുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ളൊരു ദൂതാണിത്. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇത് എല്ലാ മേഖലകളിലും ഉള്ളതാണ്. പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോഴേ അവിടെ ഇന്നത്തെ കാലമല്ല, ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരികയാണ്. ശിഷ്യന്മാർ പെരുകി വർദ്ധിച്ചു വരികയാണ്. ആ കാലഘട്ടത്തിൽ കുറവ് വരികയില്ല, പെരുകുകയാണ്, വർദ്ധിക്കുകയാണ്, വർധനമുണ്ടാകുകയാണ്. അങ്ങനെ പെരുകി വരുന്ന സമയത്ത് അവിടെ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യൗവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പുറപുറത്തു. ഗോങ്കുസ്മോസ്. സ്തോത്രം 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 സ്തോത്രം. ഇന്നത്തെ കാലമല്ല, അന്നത്തെ കാലമാണ്. അന്നുണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചോദിച്ച പുറകിലേക്ക് പോയാൽ ഇസ്രായേൽ ജനം, അതിൽ നിന്നല്ലേ ഇതൊക്കെ വന്നത്. അതിൽ നിന്നാണല്ലോ സഭ പുറത്തേക്ക് വന്നത്. അതിൽ പ്രത്യേകിച്ച് യഹൂദന്മാർ, ബെന്യാമീന്യർ തുടങ്ങിയവർ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിൽ നിന്നല്ലേ സഭ പുറത്തേക്ക് വന്നത്. പൗലോസിനെ നോക്കിക്ക് അദ്ദേഹം പറയുന്നു, ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരൻ. കണ്ടോ? അപ്പൊ അതിൽ നിന്ന് ഈ സഭ പുറത്തു വന്നേ. ആ സഭയുടെ ആരംഭ കാലഘട്ടമാണ്. പെരുകുകയാ. 3000-ആയി 5000-ആയി വിശ്വസിച്ചവരുടെ കൂട്ടം ഇങ്ങനെ വർദ്ധിച്ച് 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 വരികയാണ്. സഭയ്ക്ക് സമാധാനം ഉണ്ടായിരിക്കുന്ന കാലഘട്ടങ്ങളൊക്കെ ഇങ്ങനെ വരികയാണ്. സഭ അതിന് ഉത്തുംഗ ശൃംഗത്തിലേക്ക് ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭൂലോകത്തെ കീഴ്മേൽ മറയ്ക്കുന്നവർ ഇവിടെയും എത്തിയെന്ന് പറയത്തക്ക വിധത്തിൽ സഭയുടെ ചരിത്രം മാറുകയാണ്. പെരുകുന്നത് അത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ല, ജോമെട്രിക് പ്രോഗ്രഷൻ പോലെ. 3 × 3 = 9 × 9 അങ്ങനെ പോകുന്നേ. 2 4 6 8 10 അങ്ങനെ പോകുക. സ്വത്രം. 2 + 2 + 4 2 + 2 = 4 അങ്ങനല്ല പോകുന്നത്. അത് ഗുണനപ്പട്ടിക പോലെ വരികയാണ്. ആറ്റ വിഘടിക്കുമ്പോൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ അങ്ങനെ വർദ്ധിച്ചു വരിക. ആ കാലഘട്ടമാണത്. പവർഫുൾ ആയിരിക്കുന്ന സമയമാണ്. ദൈവസ്നേഹത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുന്ന സമയം. കൃപാവര ശുശ്രൂഷകളുടെ പെരുപ്പം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയം. ശിഷ്യന്മാർ നേരിട്ട് സഭയെ നിയന്ത്രിക്കുന്ന കാലഘട്ടം. അപ്പോസ്തലന്മാരുടെ കീഴിലിരിക്കുന്ന കാലഘട്ടം. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ആ സഭയ്ക്കകത്ത് ഇത് കയറിയെങ്കിൽ ഇന്നത്തെ സഭയ്ക്കകത്ത് കയറാതിരിക്കുവോ? വീടുകളിൽ കയറാതിരിക്കൂ? കുടുംബങ്ങളിൽ കയറാതിരിക്കൂ? സ്തോത്രം 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 സ്തോത്രം. അപ്പൊ ശിഷ്യന്മാർ പറഞ്ഞും ചെയ്തില്ല കൂട്ടത്തെ മുഴുവൻ. അപ്പോസ്തലന്മാർ 12 ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് പറഞ്ഞു, ദൈവത്തിനെ ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ മേശമനെ ശുശ്രൂഷിക്കുക നല്ലതല്ല. അതുകൊണ്ട് ഈ കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ട ഞങ്ങളല്ല, വേഗം നിങ്ങൾ തിരഞ്ഞെടുത്തോ. അവർ വേഗം തിരഞ്ഞെടുത്തു. ആത്മാവും ജ്ഞാനവും നിറഞ്ഞ 7 പുരുഷന്മാരെ തിരഞ്ഞെടുത്തു. പ്രശ്നത്തിന് പരിഹാരമായി. അപ്പൊ അവിടെ പ്രശ്നത്തിന് പരിഹാരം വരുവാൻ വേണ്ടി അവർ ചെയ്ത മറ്റൊന്നുമല്ല. അവർക്ക് ആ വിഷയത്തെ ഏൽപ്പിച്ചു, നിങ്ങൾക്കതെങ്ങനെ പരിഹരിക്കാം. അവരതിന് സൊല്യൂഷൻ ഉണ്ടാക്കി. അവിടെ ആത്മാവും ശക്തിയും ആവശ്യമാണ്. വിശ്വാസം ആവശ്യമാണ്. കൃപ ആവശ്യമാണ്. കൃപയും ശക്തിയുമുള്ള, വിശ്വാസവും ശക്തിയുമുള്ളവരെ തെരഞ്ഞെടുത്ത് വേലയ്ക്കാക്കി. പ്രശ്നം സോൾവ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 19-ാം സങ്കീർത്തനത്തിലേക്ക് വന്നിട്ട് അതിൻ്റെ 13-ാമത്തെ വാക്യം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ, 19-ാം സങ്കീർത്തനം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക, സ്വമേധാ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. സ്വമേധാ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അടുത്തത്, അവ എൻ്റെ മേൽ വാഴരുതേ, ഡൊമീനിയൻ ചെയ്യരുതേ എന്ന് പറഞ്ഞാൽ സ്വമേധാ പാപം എന്നതിന് പ്രിസംപ്റ്റ്വസ് സിൻ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് എൻ്റെ മേൽ വാഴരുതേ, അത് എൻ്റെ മേൽ ഡൊമീനിയൻ, കർത്തൃത്വം നടത്തരുത്. എന്നാൽ ഞാൻ നിഷ്കളങ്കനും
മഹാപാതകരഹിതനുമായിരിക്കും. അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുമോ? അപ്പോൾ നാം ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. 2, പിറുപിറുപ്പ് മാറ്റണം. 3, അതിൽ തന്നെ നിന്ന് ചിന്തിക്കുമ്പോൾ വാദം ഒഴിവാക്കണം. വാദം എന്തുവാ ഈ വാദം? ഡയലോഗിസ്മോസ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന പദം. ഡയലോഗിസ്മോസ്, തന്നോട് തന്നെ ചർച്ച ചെയ്യുന്ന ഒരു തരം മനുഷ്യചിന്തയ്ക്ക് കൊടുക്കുന്ന പേരാണ് ഡയലോഗിസ്മോസ്. തന്നോട് തന്നെ, ഞാൻ പറഞ്ഞു തന്നെ വലുത് വേറൊന്നുമില്ല, അത് തർക്കിച്ച് ജയിക്കുക. ശ്രോത്രം, എന്തിനാണ് ഞാൻ അധികം വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. നമുക്കറിയാമല്ലോ, നമ്മുടെ സ്വഭാവമാണല്ലോ, ഞാൻ പറഞ്ഞതാ ശരി, അതിന് മേലെ ഒന്നും ഇല്ല. അവസാനം ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് സമ്മതിക്കുന്ന സമയം വരുമ്പോഴത്തേനും ബാക്കിയെല്ലാം കഴിഞ്ഞു കാണുമായിരിക്കും. ശ്രോത്രം, അപ്പം എന്തിനാണ് ഇത് ഒഴിവാക്കുന്നത്? അപ്പം പിറുപിറുപ്പും വാദവും എന്തിനാണ് ഒഴിവാക്കുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ കർത്താവിൻ്റെ ദാസനായ അപ്പോസ്തലനായ പൗലോസ് തന്നെ കൃത്യമായ വിശദീകരണം തരുന്നുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ, 1, നിങ്ങൾ അനിന്യരാകണം, അമംറ്റോസ് ആകണം, ബ്ലെയിംലെസ് ആകണം, തെറ്റോ വൈകല്യമോ ഇല്ലാത്തവരാകണം. സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ്റെ ആഗ്രഹം നോക്കിക്കേ, നിങ്ങൾ കുറ്റമില്ലാത്തവരാകണം, ബ്ലെയിംലെസ് ആകണം. നിങ്ങളുടെ ഭാഗത്ത് വൈകല്യങ്ങൾ, വൈകൃതങ്ങൾ പാടില്ല. ഇത് എന്തിനുള്ളതാ? തേജസ്സോടെ നിർത്താനുള്ളതാ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞേ, ആ വാക്യം നിങ്ങൾ മറക്കരുത്. ക്രിസ്തു യേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടെ തന്റെ ബ്രദർമാർക്ക് ലഭിക്കണം. അതാണ് അപ്പോസ്തലന്റെ ആഗ്രഹം. ഒരു ചെറിയ കുറവ് പോലും അരുത്. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുവാനുള്ളവരാണ് നമ്മളെങ്കിൽ, കുറ്റം കൂടാതെ തിരുസന്നിധിയിൽ നമ്മുടെ ദൈവത്തിന് മുൻപാകെ നിർത്താൻ തമ്പുരാന് കഴിയേണ്ടതിന്, കർത്താവിന് കഴിയേണ്ടതിന്, ഈ ദിവസങ്ങളിൽ കുറ്റമറ്റവരായി മാറാൻ, പുറപുറപ്പ് ഉപേക്ഷിപ്പാൻ, വാദം ഉപേക്ഷിപ്പാൻ, പ്രൈസ് ദി ലോർഡ്, നാം തയ്യാറാകേണ്ടത് അത്യാവശ്യമാണല്ലോ. എന്തിനാണിത് ഒഴിവാക്കുന്നത്? നമ്മൾ പരമാർത്ഥികളാകണം. സ്തോത്രം. പരമാർത്ഥികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? തിന്മയുടെ മിശ്രിതമില്ലാത്തവരാകണം. പ്രൈസ് ദി ലോർഡ്. പരമാർത്ഥികൾ എന്ന് പറഞ്ഞാൽ വഞ്ചനയിൽ നിന്ന് മുക്തമായി, സ്തോത്രം, തിന്മയുടെ മിശ്രിതമില്ലാത്ത നിഷ്കളങ്കരായി നമ്മൾ തീരണം. കണ്ടോ, നിഷ്കളങ്കർ എന്ന് പറഞ്ഞാൽ ഈ വാക്യത്തോട് തന്നെ നിങ്ങൾ ചോദിച്ചേ, വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും. അപ്പോൾ ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കൾക്ക് എന്താണ് പ്രത്യേകത? അവർ അനിന്യരാണ്, അവർ പരമാർത്ഥികളാണ്. സ്തോത്രം. മനസ്സിലായോ പ്രിയമുള്ളവരെ? അങ്ങനെ നമ്മളാകാൻ കർത്താവദാസൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്തിനാ അതിന് കാരണമെന്ന് ചോദിച്ചാൽ, എന്താ അങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ, നമ്മൾ പാർക്കുന്ന ഇവിടെ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിലാണ് നമ്മൾ പാർക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഈ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നമ്മൾ ഇതെല്ലാം ഒഴിവാക്കിയാൽ നമ്മൾ ആരാകും? അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. കണ്ടോ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആള് മാറുക, ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം. അതിൻ്റെ ഗുണം ആർക്കാ? അങ്ങനെ നമ്മൾ ചെയ്താൽ അതിൻ്റെ ഗുണം ആർക്കാൻ ചോദിച്ചാൽ, നമ്മുടെ നടത്തിപ്പുകാർക്ക് കൂടെ അതിൻ്റെ ഗുണമുണ്ട്. നമുക്ക് വലിയ ഗുണമുണ്ട്. നമ്മൾ രൂപം മാറി, ഭാവം മാറി, അവസ്ഥ മാറി, വ്യത്യാസം മാറി സെലസ്റ്റിയൽ ബോഡിയിലേക്ക്, സ്വർഗീയ ശരീരങ്ങളിലേക്ക് കടക്കുന്നു. നമ്മുടെ നടത്തിപ്പുകാർ ആരും, അവരെ സംബന്ധിച്ച് അവർ പറയും, ഞങ്ങൾ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായില്ല എന്ന്. ക്രിസ്തുവിൻ്റെ നാളിൽ, ക്രിസ്തുവിൻ്റെ നാൾ എന്ന് ആരംഭിക്കും? സ്തോത്രം. ചോദ്യം ഉള്ളിൽ കിടക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ നാൾ എന്ന് ആരംഭിക്കും. യഹോവയുടെ നാളിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അതിൽ എത്ര യുഗങ്ങൾ ഉൾപ്പെടും? ചോദ്യം കിടക്കട്ടെ. ഉത്തരം കണ്ടെത്തുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവർക്ക് ക്രിസ്തുവിൻ്റെ നാളിൽ പ്രശംസയുണ്ടാകും. ആത്മാക്കളെ നേടിയതല്ലേ, പ്രശംസയുടെ കിരീടം അവർക്ക് ലഭിക്കയില്ലേ? ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നാം ഈ ലോകത്തിൽ ചെയ്യുമ്പോൾ നടത്തിപ്പുകാരെന്ത് ചെയ്യുമെന്നറിയാമോ? സ്തോത്രം. നമുക്ക് വേണ്ടി മരിക്കാനും തയ്യാറാകും. അവർ പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം എന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ ഞങ്ങളുടെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞങ്ങൾ സന്തോഷിക്കും. സ്തോത്രം. അങ്ങനെ നാം ജീവിച്ചു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ 21-ാം വാക്യത്തിൽ, അവിടുത്തെ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട്
അനുരൂപരായി രൂപാന്തരപ്പെടുത്തും. നോക്കുക പ്രിയമുള്ളവരെ, ഇതാണ് ഞാനിതിൻ്റെ തീമാദ്യം പറഞ്ഞത്. ക്രിസ്തുവേശുവുള്ള രക്ഷ നിത്യ തേജസ്സോടെ തൻ്റെ വൃദ്ധന്മാർക്ക് കിട്ടേണ്ടതിന് കർത്താവോ നമുക്കായി അപ്പോസ്തലൻ അവർക്കായി സകലവും സഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ നിത്യരക്ഷയുടെ അനുഭവത്തിലേക്ക് കടക്കാൻ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച അതേ പൃഥ്വിയായി രൂപാന്തരപ്പെട്ടുകൊണ്ട് പിറുപിറുപ്പും വാദവും തർക്കവും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് കർത്താവിൻ്റെ വചനം പറയുന്നത് പോലെ ആമേൻ രക്ഷയ്ക്കായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാൻ സർവകൃപാലുവായി ദൈവം നമ്മെ സഹായിക്കട്ടെ ഓർപ്പിച്ച് ശ്രദ്ധിച്ചവരുടെ നന്ദി അറിയിച്ച് വാക്കുകൾക്ക് കുത്തിടുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ നല്ല പിതാവേ, തിരുകൃപയ്ക്കായി സ്തോത്രം. തന്റെ ജനത്തെ അവിടുത്തെ കാര്യത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, എല്ലാം നൽകി ആദരിച്ച് മഹത്വമെടുക്കണമേ. പ്രാർത്ഥന കേട്ടല്ലോ, ഓർത്തങ്ങയെ വാഴ്ത്തുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. സംസാരിച്ച് കേട്ട ദൈവജനം സംബന്ധിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. നമ്പർ പറയാം: 90 37 33 17 98 9037331798. God bless you all. Thank you.